ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ സെയിലിംഗ് ഇല്ലാതെ ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ കൊടുത്തെന്നുള്ളൂ, വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ മെയിനായിട്ടുള്ള ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളും ഒട്ടുമിക്ക ആളുകളും ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളുകളാണ്. സ്വന്തമായിട്ട് നല്ലൊരു വരുമാനം, ഒരുപാടില്ലെങ്കിലും ഒരു കുഞ്ഞു വരുമാനമെങ്കിലും എല്ലാ സ്ത്രീകളും എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ പലരും ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ സക്സസ് ആവാതെ പോയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ പ്രൊഡക്ട്സ് കയ്യിലുള്ളവരുണ്ടാവും. ഇതിനൊരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടാണ്ട് ഒരുപാട് ആളുകൾ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷനും കൂടിയാണ് നമ്മളിന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും മീഷോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. ആ ആപ്പിലൂടെ നമ്മളെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് ആളുകളുടെ അടുത്ത് പല രീതിയിലുള്ള പല ഐറ്റംസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ നമുക്കൊരു പ്ലാറ്റ്ഫോം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതുപോലെ ഞാനിത് ഒരുപാട് അന്വേഷിച്ചിട്ട് നമുക്കൊന്നും ആരും പറഞ്ഞു തരാനോ ഇതിനെ പറ്റിയിട്ട് ഒന്നും ഒരു ഡീറ്റെയിൽ അറിയാനോ ഒരു വഴിയില്ലായിരുന്നു. അങ്ങനെ അവസാനമാണ് ഞാൻ മീഷോ എന്നുള്ള ആപ്പിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഞാൻ അതിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രൊഡക്റ്റ്, കാരണം നമ്മൾ മറ്റൊരാളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം അത് സക്സസ് ആണോ അല്ലേ, അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടോ, സത്യമാണോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഫസ്റ്റ് നമ്മളെടുത്ത് എൻ്റെ കയ്യിലുള്ള ഓൾറെഡി സ്റ്റോക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ അതിൽ മീഷോയിൽ ആഡ് ചെയ്തു. ആദ്യമൊക്കെ ഞാനും ഒരു ഭയങ്കര നിരാശയിലായിരുന്നു, കാരണം ആഡ് ചെയ്തിട്ടും നമുക്ക് ഓർഡേഴ്സ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട് ഓർഡേഴ്സിൽ ഒരു ഓർഡർ വന്ന് കിടക്കണം. ഭയങ്കര സന്തോഷം തോന്നി, കാരണം നമ്മൾ സക്സസ് ആവും അല്ലെങ്കിൽ നമുക്കിതിൽ നിന്നൊരു ബെനഫിറ്റ് എന്നുള്ള ഒരു മൈൻഡിലാണല്ലോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഓർഡർ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാനത് ഡിസ്പാച്ച്, ആ ഓർഡേഴ്സിൻ്റെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ലാബിലൊക്കെ പ്രിൻ്റ് എടുത്ത് ഓൾറെഡി നമ്മളെ കയ്യിൽ പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് ഡിസ്പാച്ച് ചെയ്യാനുള്ള നിൽക്കുന്ന ആ ഡിസ്പാച്ച് ചെയ്യുന്ന ഡേ തന്നെ വേറെ ഒരു ഓർഡർ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയി, കാരണം എന്തായാലും ഓർഡർ കിട്ടും, സത്യമാണ്, നമ്മൾ എഫേർട്ട് എടുത്തതിനൊരു കാര്യമുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓരോ പ്രൊഡക്ട്സും ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒട്ടുമിക്ക ഐറ്റംസും ഇപ്പോൾ ഓൾറെഡി അതിൽ ആഡഡ് ആണ്. അപ്പോൾ ഇനി നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, കാരണം നമ്മൾ ചെയ്ത് ഒരിക്കലും സക്സസ് ആവില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്. സക്സസ് ആവും, എന്നെങ്കിലും നമുക്ക് എല്ലാം റെഡി ആവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോവുക. കാരണം പല ആളുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്ത്രീകളും കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് ഡൗൺ ആണെന്ന് കാണുമ്പോൾ പിന്നെ അത് ഫ്ലോപ്പ് ഇട്ടെറിഞ്ഞ് അവർ വേറെ ഒന്നിലേക്ക് തിരിയും. അതിനേക്കാളും നല്ലത്, ഇപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഒരു 1 ഇയറായി. എനിക്ക് സ്റ്റാർട്ടിങ് ഒരു 6 മന്ത് നല്ല ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1 to 2 മന്തൊക്കെ ഒരു വേറെ പല പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഞാനൊന്ന് ഡൗൺ ആയപ്പോൾ ബിസിനസ്സും ഒന്ന് ഡൗൺ ആയി വന്നു. പക്ഷേ എങ്കിലും ഞാനത് ലീവ് ചെയ്യാൻ തയ്യാറായില്ല, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാവുമ്പോഴേക്കും എല്ലാം ഇട്ടെറിഞ്ഞ് പിന്നെ ഫ്ലോപ്പായി പോവുക എന്ന് പറയുമ്പോൾ അത് ശരിയുള്ള കാര്യമില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, എന്തായാലും സക്സസ് ഉണ്ടാവും നല്ല അത്രയും ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇതാ 1 ഇയർ ആയി. കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴല്ലേ നമുക്കതിനുള്ള ബെനഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പരമാവധി ഹാർഡ് വർക്ക് ചെയ്യുക, അതിന് എന്തായാലും സക്സസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം നമ്മൾ നല്ല രീതിയിലാണ് എഫേർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ എന്തായാലും സക്സസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് എന്തായാലും നിങ്ങൾ
മീഷോയിൽ സെയിൽ ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് ഇതെങ്ങനെ സെയിൽ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി വീഡിയോ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ട്, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ വെച്ചാൽ പോലും ഞാൻ അങ്ങനെ പറയുമ്പോഴും പലർക്കും പല രീതിയിൽ സംശയങ്ങളുണ്ടാവും, പല ഓപ്ഷൻസ് മുന്നിലുണ്ടാവും, പല സംശയങ്ങളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതോ ധൈര്യത്തിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്നാൽ കഴിയുന്ന എനിക്കറിയാവുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും, എന്തായാലും പറഞ്ഞു തരും. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. കാരണം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ അത്രയും 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. കാരണം നമുക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഇതിൽ നിന്ന് കഴിയുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രമിക്കുക കേട്ടോ. പിന്നെ ഞാൻ ആ വീഡിയോൻ്റെ തുടക്കം പറഞ്ഞ പോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞു ചാനലാണ്, ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ടൊരു എൻകറേജ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ശരിക്കും വീഡിയോസ് ഇടാനുള്ളൊരു എൻകറേജ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആരും സംശയം എന്തുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. എന്തായാലും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അറിയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരണ്ട്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ വേണമെന്നുള്ളവർ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ.